ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ദ ഡേ ബിഫോർ ഗ്രാജുവേഷൻ. ഇന്നത്തെ ഡേ ബിഫോർ ഗ്രാജുവേഷൻ എന്താ ഇത്ര സ്പെഷ്യൽ എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ ഫ്രണ്ട്സൊക്കെ വന്ന് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്രാജുവേഷൻ്റെ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയപ്പോഴത്തേക്കുമാണ് അതൊരു വീഡിയോ ആക്കി കളയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ ചെയ്യുന്നത് ആഫ്റ്റർ BSc നഴ്സിംഗ് എന്ന്. ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. അപ്പോൾ രാവിലെ തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ച വരെയാണ് എനിക്ക് ക്ലാസ്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കോളേജിലേക്ക് പോവും. കോളേജിൽ നമ്മൾ 4-5 പേര് പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് 2 പേർക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരാൾ നാളെയേ എത്തത്തുള്ളൂ. ഗ്രാജുവേഷനെ കുറിച്ച് എന്ത് പറയുന്നു റീനു? എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്. എക്സാം എഴുതാൻ പോകുമ്പോൾ ചെറിയൊരു ടെൻഷൻ. സ്പീച്ച് പറയണോണ്ടായിരിക്കും. നമുക്ക് ബ്രേക്കാണ് ഗൈസ്. നമ്മൾ ബ്രേക്കിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോളേജിൽ എത്തിയപ്പോൾ നേരത്തെ തന്നെ അന്നയും അഖിലും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പണിയെടുക്കാൻ തുടങ്ങുവാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് ഫ്രെയിമുകളും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. മെഡലുകൾ എടുത്ത് വെക്കാനായിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ എല്ലാവരുടെയും ഗൗണും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ എല്ലാവരും തന്നെ ക്ലാസ്സിൽ പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ആകെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഇതിനെല്ലാത്തിനുമായിട്ട്. ഓത്ത് കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് നല്ല പണിയുണ്ട്. നമുക്ക് ഓത്ത് പേപ്പറൊക്കെ ഫോൾഡ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെഡൽ ഒക്കെ ടൈ ചെയ്യാനുണ്ട്. പിന്നെ ഈ ഒരു കാര്യങ്ങളും ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും പിന്നെയും മഴയായി ഒത്തിരി ഇരുട്ടൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ലൈറ്റായിട്ടൊന്ന് തുറന്നുപോയി. നമ്മളിങ്ങനെ കാർപ്പറ്റൊക്കെ അങ്ങനെ ഒരു ഈവനിങ് 5 o'clock കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി. എൻ്റെ വീട്ടിലേക്ക് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ റൂമൊക്കെ കണ്ടിട്ട് അവരങ്ങനെ നോക്കുവാണ്. അതൊക്കെ നോക്കിയിരിക്കുക. കൊള്ളാം. എൻ്റെ റൂമാണ് ഇത്. അപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ ബെഡ് ഇട്ടിട്ടില്ല. കാരണം നഴ്സിംഗ് ടൈം ആയിരുന്നപ്പോഴാണ് എൻ്റെ റൂം മുകളിൽ കെട്ടിയത്. ആ സമയം തന്നെ ഒരുപാട് ചാർട്ടും കാര്യങ്ങളൊക്കെ തറയിലൊക്കെ വെച്ച് എഴുതാനുള്ളതുകൊണ്ട് ഞാൻ അവിടെ ബെഡ് ഇടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അമ്മ ട്യൂഷൻ എടുക്കുകയാണ് കുട്ടികൾക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രീ ആവാനായിട്ട്. കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മളെ സാരികളൊക്കെ എടുത്തു വെച്ച് പണി തുടങ്ങി. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ പോസിൽ നിൽക്കണം, എന്തൊക്കെ ചെയ്യും. നമ്മള് സാരിയൊക്കെ എടുത്ത് വെക്കുവാണ്. ഇവിടെ നല്ല പ്ലാനിങ് ആണ് ഗീസ്. നമ്മള് എങ്ങനെ ഇടണം, ഏത് സാരി ഉടുക്കണം, എന്ത് പോസ് നിൽക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും മുടിയൊക്കെ ചെയ്തിട്ട് നിൽക്കുവാണ്. നാളെ ഗ്രാജുവേഷന് കളിക്കാനായിട്ട് എവിടുന്നോ ഒരു റീൽസ് കണ്ടുപിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന. അപ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ 3 പേരും ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഡാൻസ് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖത്ത് കോഫി സാരി ഇവിടെ ശരിയാക്കുന്നു. ഇങ്ങോട്ട് വേണ്ട. കാണിച്ചോട് ബിഫോർ ഗ്രാജുവേഷൻ. അവള് മാത്രം എടി ഒന്ന് കാണിക്കടി. എവിടെ മുഖം നോക്കട്ടെ, വെളുത്താ നോക്കട്ടെ. കൊള്ളാം, കുഴപ്പമില്ല. ഞാനും മുഖമൊക്കെ എൻ്റെ ഇതൊക്കെ മാറ്റി. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീനൊന്നും ചോദിക്കല്ലേ. വല്ലതുമൊക്കെ എടുത്ത് മുഖത്ത് തേക്കുന്നു എന്നല്ലാതെ പ്രത്യേകം റൂട്ടീനൊന്നും എനിക്കില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ എൻ്റെ റൂമിലേക്ക് പോയി അവിടെ തന്നെ വിരിച്ച് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സംഭവം ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ BSc നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് ആഞ്ഞു പഠിച്ചോളുക. കാരണം ഇങ്ങനെ ഒരു ദിവസത്തിൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അത് വേറെ ലെവലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഇച്ചിരി ലാഗ് ആവുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്.
അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റായിട്ട് വേണം എനിക്ക് ഈ ഒരു വീഡിയോസൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ വീഡിയോ കാണാം ഗ്രാജുവേഷൻ്റെ. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഡേ എന്ന് പറയുന്നത്. ടാറ്റാ, ബൈ ബൈ.